ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നട്ടിരിക്കുന്ന എൻ്റെ വയലറ്റ് പയറിൻ്റെ വിളവെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്ന വയലറ്റ് പയറെല്ലാം നമുക്ക് വിളവെടുക്കാൻ പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് പയറുണ്ടായി കിടക്കുന്നുണ്ട്. പയറിൻ്റെ വെയിറ്റും കൊണ്ട് ഇത് നിലത്ത് മണ്ണിൽ മുട്ടിയാണ് കേട്ടോ കിടക്കണേ. അപ്പോൾ ഈ മണ്ണിൽ മുട്ടി കിടക്കുമ്പോൾ വെച്ചാൽ അതിൻ്റെ തുമ്പ് ചീച്ചിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഇതിൻ്റെ വിളവെടുക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് വിളവെടുക്കുമ്പോൾ നോക്കിയേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് പയറുണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പയർ നമുക്കൊന്ന് എടുക്കാം. അതുപോലെ ഈ പയറിൻ്റെ മുകളിലേക്ക് നോക്കിയേ, നല്ല രീതിയിൽ തന്നെ പയറുണ്ടായി തൂങ്ങി കിടക്കണം കണ്ടോ. പക്ഷേ ഈ പയറിൻ്റെ വെയിറ്റ് വരുമ്പോൾ ഈ പയർ എൻ്റെ ഈ തലക്കം താഴേക്ക് തൂങ്ങി വന്ന് പയർ നിലത്ത് മുട്ടിക്കിടക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഓരോ കട എടുത്ത് നോക്കുമ്പോൾ ഓരോ കടയ്ക്കും നന്നായിട്ട് തന്നെ നമുക്ക് പയറെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ പയറെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും നല്ല വിത്തുകൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. സമയം കഴിഞ്ഞതോ അല്ലെങ്കിൽ സമയമാവാത്തതോ ആയ വിത്തുകൾ നട്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഫലം കിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ഈ ഇത്രയും പയർ നമുക്ക് ഇതുമേന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയർ ഒരു വള്ളിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇത് എന്തുമാത്രം വെയിറ്റ് ഉണ്ടെന്നൊന്ന് നോക്കാട്ടോ. നമുക്ക് ഏകദേശം എന്തുമാത്രം കിട്ടിയിട്ടുണ്ടെന്ന്. ഇതിൻ്റെയൊക്കെ ഒരു നീളം കണ്ടോ, എന്ത് നീളമാണെന്ന് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ പയർ കാണാനായിട്ട്. അപ്പോൾ അതേ ഞാൻ ഇതൊരു വള്ളിയിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ത്രാസുമ്മ വെച്ചൊന്ന് തൂക്കി നോക്കാം. അപ്പോൾ അതേ നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു മുറം വെച്ച് കൊടുത്തിട്ട് നമ്മൾ സീറോയിലാക്കിയാണ്ട് ഇട്ടേക്കണേ. അപ്പോൾ ഇതേ നമ്മളിതിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് 1/100 മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പയർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പയർ നട്ട് കൊടുത്തിരിക്കുന്ന പയറിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് കുറച്ച് ചീര നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മൂത്ത് പോവും അല്ലെങ്കിൽ പൂത്ത് പോവും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ചീര വളർന്നു വന്നിട്ടുണ്ട്. ആ ചീരയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു തോരനുള്ള ചീര നമുക്ക് നമ്മുടെ ഈ പയർ കൃഷിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചീര കണ്ടിക്കുമ്പോൾ ഇത് നോക്കിയേ, അപ്പോൾ നമ്മുടെ ഈ പയറിൻ്റെ ചികരങ്ങളും എല്ലാത്തുമേ മുട്ടിന് പയറുണ്ടായി കിടക്കണം കണ്ടോ. നല്ല ഭംഗിയായിട്ട് നിറയെ പയർ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോഴും നമുക്കിതുപോലെ ഇതുമ്പോൾ പയറുണ്ടായി കിടക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ വെള്ളക്കാന്താരി മുളകാണ്. ഇത് നോക്കി നന്നായിട്ട് മൂത്ത് നിൽക്കുക, നല്ല എരിവുള്ളൊരു മുളകാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊന്ന് പറിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകുമ്മയും കുറച്ച് മുളകുണ്ടായി നിൽപ്പുണ്ട്, അതും ഒന്ന് പറിച്ചെടുക്കാം. പിന്നെ നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്ന വെണ്ടത്തൈകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വെണ്ടത്തൈമയൊക്കെ വെണ്ടക്കായ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെണ്ടക്കായ കൂടി ഒന്ന് പറിച്ചെടുക്കാം. അങ്ങനെ മൊത്തം ഇന്നൊരു വിളവെടുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പിൽ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. അച്ചിങ്ങ, ചീര, വെള്ളക്കാന്താരി, പച്ചമുളക്, അതുപോലെ വെണ്ടക്കായ, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഇന്ന് നമ്മുടെ ചെറിയൊരു പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കപ്പ കൃഷി ചെയ്ത സമയത്ത് ആ സൈഡിലായിട്ട് കപ്പയുടെ ഇടകൃഷിയായിട്ട് പയർ നട്ടു കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ആ പയറൊക്കെ നിൽക്കുന്ന നോക്കി നല്ല രീതിയിൽ തന്നെ പടർന്ന് പന്തലിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്മേ പയറുണ്ടാവുന്നത് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയം കഴിഞ്ഞ പൈറ്റ് വിത്താണ് കേട്ടോ നട്ടു കൊടുത്തത്. സമയം കഴിഞ്ഞ പൈറ്റ് വിത്തോ അല്ലെങ്കിൽ സമയം ആവുന്നതിന് മുമ്പുള്ള പൈറ്റ് വിത്തോ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു അനുഭവമായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. വിളവ് തീരെ കുറവായിരിക്കും. ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 1-2 പയറൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് മുളയ്ക്കോ എന്ന് ഉറപ്പില്ലാതെയാണ് നട്ട് കൊടുത്തത്.
മുളച്ച് ഇത് നല്ല രീതിയിൽ പടർന്നു വന്നപ്പോൾ നല്ലൊരു ഫലം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ തീരെ മോശമാണ് കേട്ടോ, വിളവ് തീരെ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ പയർ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പയർമേന്ന് തന്നെ നമ്മളത് വിത്ത് ശേഖരിക്കുമല്ലോ, ആ വിത്ത് അടുത്ത ഈ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. അതായത് ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ വിളവെടുക്കാൻ പാകത്തിന് നട്ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പയർ കൃഷിയൊക്കെ നല്ല രീതിയിൽ പയറുണ്ടായി നമുക്ക് നല്ലൊരു വിളവ് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.